ഭാരതം കണ്ട മഹാനായ തത്വചിന്തകനും സാമ്പത്തിക വിദഗ്ധനും നയതന്ത്രജ്ഞനുമായിരുന്ന ചാണക്യന്റെ കൂർമ്മബുദ്ധിയും കൗശലവും നയതന്ത്രങ്ങളും കാരണം മൗര്യ സാമ്രാജ്യം വളരെ സമ്പന്നവും സമൃദ്ധവുമായിരുന്നു. ശത്രുക്കളെക്കാൾ വിഷമുള്ള വളരെ അപകടകാരികളായ ചിലർ നമുക്ക് ചുറ്റുമുണ്ടെന്ന് ചാണക്യൻ പറയുന്നു. ഇവരുടെ സാന്നിധ്യമോ സ്വാധീനമോ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ സന്തോഷമോ സമാധാനമോ വിജയമോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റുമുള്ള ഇത്തരം ആളുകളെ തിരിച്ചറിയുകയും അവരിൽ നിന്ന് അകന്നു കഴിയുകയും വേണം. അങ്ങനെയുള്ള 3 തരം ആളുകളെ കുറിച്ച് നമുക്ക് നോക്കാം. ചാണക്യ നീതി ശാസ്ത്രമനുസരിച്ച് സ്വന്തം കാര്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്ന സ്വാർത്ഥ മതികളിൽ നിന്നും അകന്നു കഴിയുന്നതാണ് സ്വന്തം സന്തോഷത്തിനും സമാധാനത്തിനും നല്ലത്. എത്ര വലിയ പ്രതിസന്ധിയിൽപ്പെട്ടാലും വെല്ലുവിളികളാൽ ജീവിതം വഴിമുട്ടിയാലും ഇത്തരക്കാരുടെ ഉപദേശമോ പിന്തുണയോ ആവശ്യപ്പെടരുതെന്നാണ് ചാണക്യൻ പറയുന്നത്. കാരണം അത്യാഗ്രഹവും അസൂയയും കാരണം ഇവർ ഒരിക്കലും നേരായ ഉപദേശം നൽകില്ല. യഥാർത്ഥത്തിൽ അസൂയ സ്വഭാവമുള്ള ആളുകൾക്ക് ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിവുണ്ടായിരിക്കുകയില്ല. മറ്റുള്ളവരുടെ വിജയത്തിലോ ജീവിത പുരോഗതിയിലോ ഉള്ളാലെ സന്തോഷിക്കാൻ ഇവർക്ക് കഴിയില്ല. അവരുടെ വിജയങ്ങൾ ഇല്ലാതാക്കാനും വേദനിപ്പിക്കാനുമായിരിക്കും ഇവരുടെ ആഗ്രഹം. അഹങ്കാരികളായ പരുക്കനും മറ്റുള്ളവരെ വില കൽപ്പിക്കാത്തവരുമായ ആളുകളുമായി ബന്ധം സ്ഥാപിക്കുന്നതും അവരിൽ നിന്നും ഉപദേശം തേടുന്നതും നമുക്ക് ഒരിക്കലും ഗുണം ചെയ്യില്ല. ഇവരെ ഒരിക്കലും അന്ധമായി വിശ്വസിക്കരുത്. ഇവർ നിങ്ങളുടെ നന്മ ആഗ്രഹിക്കില്ലെന്ന് മാത്രമല്ല, തിന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും. ശത്രുക്കൾ മുമ്പിൽ നിന്നാണ് ആക്രമിക്കുന്നതെങ്കിൽ ദയയില്ലാത്ത സ്വാർത്ഥമതികൾ പിന്നിൽ നിന്നാണ് ആക്രമിക്കുക. ശത്രുക്കളുടെ അക്രമത്തെ നമ്മൾ കരുതിയിരിക്കുമെങ്കിൽ ഈ സ്വഭാവമുള്ളവരുടെ അക്രമം മുന്നിൽ നിന്നും അപ്രതീക്ഷിതമായിട്ടായിരിക്കും. വിശ്വസിക്കാൻ കൊള്ളുന്നവരല്ല ഈ സ്വഭാവക്കാർ. അവർ അവരുടെ താല്പര്യങ്ങൾക്കും ജീവിതത്തിനുമാണ് പ്രാധാന്യം നൽകുക. മറ്റുള്ളവരെ അവരുടെ സ്വാർത്ഥത നിറവേറുന്നതിനുള്ള കളിപ്പാവകളാക്കി മാറ്റും. ദേഷ്യവും മുൻകോപവും ഉള്ള ആളുകളെ നല്ല കാര്യങ്ങൾക്കായി സമീപിക്കാൻ കഴിയില്ല. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു ദേഷ്യമാണെന്ന് പറയപ്പെടുന്നത് കാരണം ദേഷ്യവും മുൻകോപവും ആളുകളെ വെറുപ്പിക്കുന്നു. കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി കാണാനും യുക്തിസഹമായ തീരുമാനങ്ങൾ എടുക്കാനും ദേഷ്യവും മുൻകോപവും അനുവദിക്കില്ല. ദേഷ്യം കാരണം ആളുകൾക്ക് ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റാതിരിക്കുകയും സ്വന്തം സംതൃപ്തിയിലേക്ക് മാത്രം ശ്രദ്ധ തിരിക്കുകയും ചെയ്യുന്നു. മനുഷ്യരാശി ഏറെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നേരിടുന്ന ഇക്കാലത്ത് ചാണക്യൻ പകർന്നു നൽകിയ അറിവുകളും ഉപദേശങ്ങളും അദ്ദേഹത്തിന്റെ ചിന്തകളും ജീവിത പ്രശ്നങ്ങളിൽ നിന്നും കരകയറാൻ ഏറെ ഉപകാരപ്രദമാണ്. ചാണക്യതന്ത്രം അഥവാ ചാണക്യ നീതിയിലൂടെയാണ് ചന്ദ്രഗുപ്ത മൗര്യൻ മഗധയുടെ ഭരണാധികാരിയായത്. രാഷ്ട്രീയം മാത്രമായിരുന്നില്ല, സമൂഹത്തിന്റെ എല്ലാ മേഖലകളെ കുറിച്ചും ചാണക്യന് വളരെ വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. സാമ്പത്തിക ശാസ്ത്രം, രാഷ്ട്രീയം, നയതന്ത്രം എന്നീ മേഖലകളെ കുറിച്ചെല്ലാം ചാണക്യൻ ആഴത്തിലുള്ള ലേഖനങ്ങളും പ്രായോഗികമായ ചിന്തകളും എഴുതിയിട്ടുണ്ട്. ഭാരതം കണ്ട മഹാനായ തത്വചിന്തകനും സാമ്പത്തിക വിദഗ്ധനും നയതന്ത്രജ്ഞനുമായിരുന്ന ചാണക്യന്റെ ഇത്തരം അറിവുകൾ പകർന്നു നൽകുന്ന ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി.